അടിക്കാനോ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. മനം നൊന്നിട്ട് ആ ഒരു പിതാവ് അവിടെ കിടന്ന് മരണപ്പെടുക. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. താമരശ്ശേരിയിലെ ഒരു പിതാവ് തൻ്റെ പേരക്കുട്ടികളെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പം മകള് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഇയാൾ പേരക്കുട്ടികളെ കാണാൻ വേണ്ടി വരുന്നത്. ആ സമയത്ത് മരുമകൻ ഇയാളെ പച്ചത്തെറി പറഞ്ഞ് അടിക്കാനോങ്ങി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. മനം നൊന്നിട്ട് ആ ഒരു പിതാവ് അവിടെ കിടന്ന് മരണപ്പെടുക. ഇത് ചോദ്യം ചെയ്ത ഭാര്യയെ ഇയാൾ ക്രൂരമായിട്ട് മർദ്ദിക്കുക. എന്നിട്ട് ആ രണ്ട് ചെറിയ മക്കളിത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ കാശൻ ഇതിൻ്റെ CCTV ദൃശ്യം കണ്ട് ഞാനാകെ ഷോക്കായി. പോലീസ് ഇതുവരെ ഒരു നടപടി പോലും എടുത്തിട്ടില്ല. നിങ്ങൾ ഈ വാർത്തയൊന്ന് കാണാൻ. കോഴിക്കോട് താമരശ്ശേരിയിൽ വിമുക്ത ഭടൻ കുഴഞ്ഞു വീട് മരിച്ചതിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്ത്. മരുമകൻ ആക്ഷേപിച്ച് ഇറക്കി വിടുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇതിന് പിന്നാലെ കുഴഞ്ഞു വീണ ഗോപാലൻ പിന്നീട് മരിക്കുകയായിരുന്നു. വിശദാംശങ്ങൾ ട്രീസ സെലിൻജോസ് നൽകും. ട്രീസ, ഈ ഗോപാലൻ കുഴഞ്ഞു വീണ മരിച്ച സമയം തന്നെ ഗോപാലന്റെ സുഹൃത്തുക്കൾ ഈ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ എന്താണ് വ്യക്തമാക്കുന്നത്? പോലീസ് കേസുണ്ടോ ഇത്? അഞ്ജിത, കഴിഞ്ഞ ജൂൺ 14-നാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം നടന്നിട്ടുള്ളത്. 75 വയസ്സുകാരനായിട്ടുള്ള ഗോപാലൻ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. അന്ന് താമരശ്ശേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ടാണ് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഗോപാലൻ താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഇവരുടെ മകളുടെ ബ്യൂട്ടി പാർലർ എത്തുന്നു. കൊച്ചുമക്കളൊക്കെ വളരെ കാര്യത്തോടുകൂടിയാണ് പോയി ഗോപാലിനെ സ്വീകരിക്കുന്നത്. തുടർന്നാണ് മരുമകൻ അവിടെ നിന്ന് ഇറങ്ങി വരികയും ഗോപാലിനെ അസഭ്യം പറയുകയും അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നത്. തുടർന്ന് ദിവ്യയുടെ ഭർത്താവായിട്ടുള്ള, ഗോപാലന്റെ മകളാണ് ദിവ്യയുടെ ഭർത്താവായിട്ടുള്ള ബിനീഷ് ഭാര്യയെ കോവണിപ്പടിയിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെയും അസഭ്യം പറയുന്നതിന്റെയും ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് ദിവ്യ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്, ദിവ്യ പോലീസിൽ പരാതി നൽകിയെങ്കിലും താമരശ്ശേരി പോലീസ് പരാതി നൽകി. എന്നാൽ ആ പരാതിയെ തുടർന്ന് കേസെടുത്തിട്ടില്ല എന്നാണ് ദിവ്യ ആരോപിക്കുന്നത്. ഇയാൾ നിരന്തരം ദിവ്യയെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനു മുൻപ് ദിവ്യയുടെ സ്കൂട്ടർ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അന്ന് താമരശ്ശേരി പോലീസിൽ ഓടിയെത്തി പരാതി നൽകിയെന്ന് ദിവ്യ പറയുന്നു. പക്ഷേ ഇതിലൊന്നും കേസെടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഇയാൾ നിരന്തരമായി ദിവ്യയെ മർദ്ദിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാകുന്ന കാര്യമാണ്. കാരണം അത്രയും പൊതുവായ സ്ഥലത്ത് നിന്ന് അയാൾ അത്രയധികം ക്രൂരമായി മർദ്ദിക്കുന്നുണ്ടെങ്കിൽ അയാൾ എത്രത്തോളം ക്രൂരമായാണ് ദിവ്യയോട് പെരുമാറിക്കൊണ്ടിരുന്നത് നമുക്ക് വ്യക്തമാകും. ഇതിൽ ഗോപാലന് വളരെയധികം മനോവിഷമം ഉണ്ടായിരുന്നു. ഇദ്ദേഹം കടയിലെത്തി കൊച്ചുമക്കളെയും മകളെയും കാണാനാണ് കടയിലെത്തിയത്. എന്നാൽ വളരെ മോശമായ രീതിയിലാണ് ദിവ്യയുടെ ഭർത്താവായിട്ടുള്ള വിനീഷ് പെരുമാറുന്നത്. വിനീഷിനെതിരെ കേസെടുത്തിട്ടില്ല എന്ന ആരോപണവുമായിട്ടാണ് ദിവ്യ നിലവിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ആ കുട്ടികൾ ഓടിയെത്തുന്നതും അതുപോലെ തന്നെ മുത്തച്ഛനെ സ്വീകരിക്കുന്നതുമൊക്കെ ഒരുപാട് വേദന നൽകുന്ന കാര്യമാണ്. ഈ ഗോപാലന്റെ മരണത്തിന് ശേഷം ഇന്നാണ് ദിവ്യ ഇത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ, ആ ബിൽഡിംഗിലുള്ള CCTV ദൃശ്യങ്ങൾ നൽകുന്നത്. ദിവ്യ പറയുന്നത് ഇവരുടെ ബ്യൂട്ടി പാർലറിൽ നിന്നും ഒരു 50 മീറ്റർ മാത്രം അകലെയാണ് ഈ പോലീസ് സ്റ്റേഷൻ. എന്നിട്ട് പോലും പോലീസ് തന്റെ മൊഴിയെടുക്കാൻ എത്തുകയോ തന്റെ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദിവ്യ ആരോപിക്കുന്നുണ്ട്. ഏതായാലും പോലീസിനുള്ള നടപടികൾ എന്തിന്റെ പേരിലായിരുന്നു ഈ മരുമകനും ഈ ഗോപാലനും തമ്മിലുള്ള തർക്കം? ഇവർ തമ്മിൽ കുറെ നാളുകളായിട്ട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ്. ആ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ദിവ്യയുമായി ഇയാൾ അകന്ന് ജീവിക്കുകയായിരുന്നു. പക്ഷേ നിരന്തരമായി ദിവ്യയെ വേട്ടയാടുകയും അതുപോലെ തന്നെ ഈ കുടുംബത്തെ മാനസികമായി തകർക്കുകയും ചെയ്തിരുന്നു. ഇതിൽ വളരെയധികം മനോവിഷമം അനുഭവിച്ചതായി ഗോപാലൻ തന്റെ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളോടും ഒക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നത് വളരെയധികം വൈകാരികമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം തന്റെ പ്രിയപ്പെട്ട മകളെയും കൊച്ചുമക്കളെയും കാണാനാണ് അദ്ദേഹം കടയിലേക്ക് എത്തുന്നത്. അവിടെ നിന്ന് ആക്ഷേപിച്ചു CCTV ദൃശ്യങ്ങളിൽ പിടിച്ചു മാറ്റുന്നതാണോ ദിവ്യ?
തീർച്ചയായിട്ടും ദിവ്യയുടെ ആ CCTV ദൃശ്യങ്ങളിൽ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ തുടർന്ന് ഈ ബിനീഷ് ദിവ്യയുടെ പുറകെ പോവുകയും പ്രകോപനപരമായിട്ടുള്ള വാക്കുകൾ പറയുകയും ചെയ്യുന്നു. അച്ഛനെ ഇറക്കി വിട്ടതുമായി ബന്ധപ്പെട്ട് ദിവ്യ ബിനീഷിനോട് സംസാരിക്കുന്നു. എന്നാൽ ബിനീഷ് കയത്ത് സംസാരിക്കുകയും തുടർന്ന് ദിവ്യയുടെ പുറകെ ഫോളോ ചെയ്തു പോവുകയും ആ ബിൽഡിംഗിന്റെ തന്നെ തൊട്ടടുത്ത ഒരു വശത്തെത്തുമ്പോൾ ഗോവണിപ്പടിയിലേക്ക് ദിവ്യയെ മാറ്റി നിർത്തി സ്റ്റെപ്പിൽ തള്ളിയിട്ട് മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ ഇതൊക്കെ വ്യക്തമാണ്. ആ ഇവരുടെ രണ്ട് കുഞ്ഞുങ്ങളും ആ സ്ഥാപനത്തിലുണ്ട്, ആ കടയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഇവരും ഇതിനെല്ലാം സാക്ഷിയായിട്ട് ആ കുഞ്ഞുങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. അഞ്ജിത, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യരുണ്ടോ? സ്വന്തം ഭാര്യയോട് ഇങ്ങനെ ക്രൂരമായിട്ട് പെരുമാറുക, ഭാര്യയെ ഇങ്ങനെ മർദ്ദിക്കുക. ആ ഒരു പിതാവ് തൻ്റെ മകളെ കാണാൻ, പേരക്കുട്ടികളെ കാണാൻ വേണ്ടി വന്നതാ. ഇങ്ങനെ കുറേ മക്കളുണ്ട്. അവരുടെ ദേഷ്യം തീർക്കുന്നത് ഭാര്യയുടെ മേത്തോ ഭാര്യയുടെ പിതാവിൻ്റെ മേത്തോ, ഇത് ഏത് ജാതിയോ മതോ ആവട്ടെ, ഇവനെ ശരിക്കും എന്ത് ചെയ്യണം എന്നറിയോ? പുറം ലോകം കാണിക്കരുത്. ആ ചെറിയ കുഞ്ഞുങ്ങൾ അത്രയും സ്നേഹത്തോടെയാണ് അവരെ കാണാൻ വേണ്ടി വന്നത്, ആ ഒരു മുത്തച്ഛനെ കാണാൻ വേണ്ടി വന്നത്. ഈ ഒരു ദിവ്യാന്ന് പേരുടെയും മകള് പറയാണ്, ഇതിന് പോലീസ് സ്റ്റേഷൻ അടുത്തായിട്ട് പോലും നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആ പാവം ഒരു വിമുക്ത പഠന. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമത്തിൻ്റെ പോരായ്മ എന്ന് പറയും. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് സ്വാഭാവികം തന്നെയാണ്. പക്ഷേ ഇതുപോലത്തെ ഒരു പിശാച്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയലുണ്ടല്ലോ, കർബല യുദ്ധം. ഞാൻ കർബലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചരിത്രകഥയാണ് ഞാൻ പറയണത്. ഇത് നിങ്ങൾ കേട്ടവരാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, കേൾക്കാത്തവരാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. അതായത് ഒരു മനുഷ്യൻ വന്നിട്ട് വിശുദ്ധ കാബൻ്റെ മുൻപിലിരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം. എന്താണെന്നറിയോ? പടച്ച റബ്ബേ, നീ എന്നോട് ഒരിക്കലും പൊറുക്കൂലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, റബ്ബേ അല്ലാഹുമ്മ റഹ്മനി, എനിക്ക് നീ കരുണ നൽകണേ, എനിക്ക് നീ പുറത്തു നൽകണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടൊരു മനുഷ്യൻ വിശുദ്ധ കാബൻ്റെ മുൻപിൽ നിന്ന് എണീറ്റ് പോണില്ല. അപ്പോൾ ആ സമയത്താണ് അന്ന് അറേബ്യൻ നാട്ടിലെ വലിയൊരു കവിയായ അൽ അസ്മാഇ എന്ന് പേരുള്ള ഒരാളുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടി കവികളിലെ ഗുരുവാണ് ആര്? ഈ അസ്മാഇ വളരെ നല്ലൊരു ഭക്തനും കൂടിയാണ്. അദ്ദേഹം ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ കരയുന്നത്? വിശുദ്ധ കഅബയുടെ മുന്നിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കവാടം തുറന്നു കിടക്കല്ലേ, നീ അപ്പോൾ ഒരു കരുണയുടെ ചോദ്യമല്ലടാ ചോദിക്കേണ്ടത്, അള്ളാഹു പൊറുക്കൂലാന്ന് ഇങ്ങനെ ഉറപ്പിച്ചു പറയണത് എന്താണെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അസ്മായിനെ കൊണ്ട് വാരി പുണർന്നുകൊണ്ട് ആ മനുഷ്യൻ്റെ കണ്ണുനീർ അസ്മായിയുടെ നെഞ്ചകം മുഴുവനും നനയിപ്പിച്ചു എന്നാ. ആ മനുഷ്യൻ വന്ന് കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്കൊരിക്കലും എൻ്റെ പടച്ച റബ്ബ് എനിക്ക് പുറത്തു തരില്ല, എന്നാലും ഞാൻ പടച്ച റബ്ബിനോട് ഞാൻ ചോദിക്കുന്നു, റബ്ബേ എനിക്ക് നീ മരിച്ചു പോയാൽ കരുണ കാണിക്കണം. അപ്പോൾ എന്താണ് എൻ്റെ പ്രശ്നം എന്ന് വെച്ചു. ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൻ്റെ കാര്യം പങ്കുവെച്ചുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, ഞാൻ കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന സംഘത്തിലുണ്ടായിരുന്ന ഒരു പടത്തലവനാണ് ഞാൻ അടങ്ങുന്ന സംഘമാണ് കർബലയിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ വളരെ വലിയൊരു കോടതി. ആ ഒരു കോടതിയിൽ ഞാനെന്ന പ്രതി എൻ്റെ മുന്നിലിരുന്നിട്ട് മറ്റൊരു ഭാഗത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹബീബായ റസൂലുള്ളയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി വന്നൊരു വക്കീൽ. ഹുസൈൻ റളിയല്ലാഹുവിന് വേണ്ടി വന്ന് വാദിക്കുന്ന വക്കീലാരാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്. അവിടെ ഹബീബായ റസൂലുള്ളാഹിൻ്റെ വാദങ്ങൾ കേട്ട് രാജാതിരാജനായ പടച്ചറബ്ബ് നീതി പ്രഖ്യാപിക്കാൻ പോവാണ്. ആ സമയത്ത് പ്രതിപട്ടികയിൽ ഞാൻ അടങ്ങുന്ന ആളുകളുണ്ട്. ഹബീബായ നബി ഇങ്ങനെ കണ്ടമിടറിക്കൊണ്ട് ചോദിക്കാൻ, എൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയെ കൊന്ന മനുഷ്യർ, എൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയെ അതിക്രൂരമായിട്ട് കൊന്ന ആളുകളാണ് റബ്ബേ ഇവിടെയുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാം കൃത്യമായിട്ട് വാദിക്കുന്നുണ്ട്. അങ്ങനെ രാജാതിരാജനായ റബ്ബിൻ്റെ വിധി വരികയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഹബീബായ മുഹമ്മദ് നബിയുടെ പേരക്കുട്ടിയെ കൊന്നവർക്ക് ഒരു രക്ഷയുമില്ല എന്ന് പടച്ച റബ്ബിൻ്റെ വിധി അങ്ങോട്ട് വരുന്നു. ഇത് ഈ മനുഷ്യൻ്റെ സ്വപ്നമാണ്. ആ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നിട്ട് ആ മനുഷ്യൻ നേരെ ഓടിയത് വിശുദ്ധ കഅബയിലേക്കാണ്. ഇത് ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ള കഥയാണ്. കർബലയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ കണ്ണുനീരിൻ്റെ ചരിത്രമാണ്. പക്ഷെ ഇനി വേറൊരു മുഖം കൂടിയുണ്ട്. ഇന്ന് കർബല എന്നൊക്കെ പറഞ്ഞിട്ട് ഷിയാക്കൾ ഭയങ്കര ആഘോഷങ്ങളൊക്കെ നടക്കും. ഈ കർബലയിലേക്ക് പോകേണ്ടി വരുന്നത് സത്യത്തിൽ ആർക്കറിയാമായിരുന്നു? ഹുസൈൻ റളിയല്ലാഹു അറിയാമായിരുന്നു. ഒരു വലിയ ആത്മീയമായ ഒരു ത്യാഗം അവിടെ നടക്കാനുണ്ട്. സ്വർഗത്തിലേക്കുള്ള ഉന്നതമായ പദവി നടക്കണമെങ്കിൽ എന്തോ അപകടങ്ങൾ സംഭവിക്കാനുണ്ട്. അതാണ് മുഴുവൻ സ്വഹാബികളും പറഞ്ഞല്ലോ, നിങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞിട്ടും ഒടുവിൽ ഹുസൈൻ റളിയല്ലാഹു അങ്ങോട്ട് പോകാൻ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ 2-3 വീഡിയോകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു കർബലയുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ആ കർബലയുടെ ഒരു പ്രാധാന്യം നടക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കഥ
ഈ ഒരു ചരിത്ര സംഭവം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടവരാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, കേൾക്കാത്തവരാണെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കുക. അപ്പോൾ ഇൻഷാ നമുക്ക് ഇനിയും കർബലയുടെ ചരിത്രങ്ങൾ എന്നോട് പലരും ചോദിച്ചു നോക്കുക, അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടൂടെ. അപ്പോൾ സെപ്പറേറ്റ് വീഡിയോ ഇടുമ്പോൾ നമുക്ക് വ്യൂവേഴ്സ് കുറവാണ്. അപ്പോൾ നമ്മൾ ഉള്ളൊരു വീഡിയോയിൽ എല്ലാം കൂടി പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ആളുകൾ കാണാൻ നമ്മുടെ ശ്രമങ്ങൾ മാത്രം എന്താവും ബാക്കിയാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ വിസാൽ മീഡിയ കുടുംബത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. ആ ഉള്ള ആളുകൾ നിങ്ങൾ ചെലവഴിക്കുന്ന ഒരു സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മളിപ്പോൾ ലോകകപ്പ് നടക്കാൻ, ലോകകപ്പിൽ വളരെ വിചിത്രമായ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈജിപ്തുകാർ കളിക്കാൻ വരുമ്പോൾ ഫത്തിഹ സൂറത്ത് ഓതി, കുൽഹു അല്ലാഹു അഹദ് ഓതി ദുആ ചെയ്തിട്ടാണ് വരിക. അൾജീരിയക്കാർ വരുമ്പോൾ മെസ്സിക്കെതിരെ പ്രാർത്ഥിച്ചിട്ട് ഫാത്തിഹ ഓതി വന്ന ടീമാണ്. ഇങ്ങനെ ലോകകപ്പ് ഒരു ഇസ്ലാമിക ജിഹാദി കപ്പ് ആണെന്നൊക്കെ ജനൻ ടി വിയിൽ വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലോകകപ്പ് എന്ന് പറയുന്നത് നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല, ലോകത്തിൻ്റെ ഒരു സ്പന്ദനം അറിയുന്ന ഒരു മത്സരമാണ് ലോകകപ്പ്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഈ വേൾഡ് കപ്പ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ലോകത്ത് വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ഗോൾ നേടിയ ആൾ ആരാണെന്നുള്ളതാണ് ചോദ്യം. ആകെ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും നിലവിൽ പ്രസൻറ്റിൽ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് 18 ഗോളാണ്. ഒരാൾ വേൾഡ് കപ്പിൽ പല വേൾഡ് കപ്പുകൾ ഉണ്ടാവും ഫുട്ബോളിൻ്റെ പല വർഷങ്ങളിൽ, അതിലാകെ ഏറ്റവും കൂടുതൽ അടിച്ചത് 18 ഗോൾ. ആരാണ് ആ ഒരു ഫുട്ബോൾ പ്ലെയർ എന്നുള്ളതാണ്. ഞാൻ രണ്ടൊന്ന് ക്ലൂ തരാം. ഒന്ന് ഫ്രാൻസിൻ്റെ എംബാപ്പെ, മറ്റൊന്ന് അർജൻറ്റീനയുടെ ലയണൽ മെസ്സി, മറ്റൊന്ന് മറഡോണ. ഇതിലേതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.